إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ പ്രിയങ്കരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തിൽ നമുക്കൊന്നും എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത കോടാനുകോടി സൃഷ്ടിജാലങ്ങളുണ്ട്. എന്തിനാണ് ഇത്രയധികം സൃഷ്ടികളെ അല്ലാഹു തആല പടച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത, ഒരു വേള നമുക്ക് കാണാൻ പോലും കഴിയാത്ത, ഒരിക്കലും നമ്മുടെ പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾ ഒരിക്കലും എത്തിപ്പെടാത്ത അത്രയും സൃഷ്ടിജാലങ്ങളെ ആകാശങ്ങളിലും ഭൂമിയിലുമെല്ലാം അല്ലാഹു പടച്ചതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു. വമിനൽ അർളി മിസ്ലഹുൻ, ഭൂമിയിൽ നിന്നും അതുപോലുള്ളത് അവൻ സൃഷ്ടിച്ചു. യതനസ്സലുൽ അംറു ബൈനഹുൻ, അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങുന്നു. എന്തിനാണിതൊക്കെ? ലിതഅലമു
അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹുവിൻ്റെ അറിവ് എല്ലാത്തിലും ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്, എല്ലാത്തിലും വിശാലമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സൂറത്തു ത്വലാഖിന്റെ 12-ാമത്തെ ആയത്ത്. അപ്പൊ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമ്മൾ അറിവുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അറിവനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ ആയത്താണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാനാണ്, നിങ്ങളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആര് എന്ന്. അപ്പോൾ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഒന്ന് അറിവ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്, 2 അറിവനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ അവതരിപ്പിച്ചത്. അല്ലാഹു പറയുന്നു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. തന്റെ ദൂതനെ സന്മാർഗം കൊണ്ടും സത്യമതം കൊണ്ടും നിയോഗിച്ചവനാകുന്നു അല്ലാഹു തആല. സൂറത്തു സൊഫിന്റെ 9-ാമത്തെ ആയത്തിലും സൂറത്തു തൗബയിലെ 33-ാമത്തെ ആയത്തിലും നമുക്കിത് കാണാൻ കഴിയും. എന്താണ് അൽ ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹുവൽ ഇൽമുൻ നാഫിഅ, ഉപകാരദായകമായ വിജ്ഞാനമാണത്. ദീനുൽ ഹഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവൽ അമലുസ് സാലിഹ്, സൽപ്രവൃത്തിയാണ്. ഇപ്പൊ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഇവിടെ കടന്നു വന്ന് ദഅവത്ത് നടത്തിയത് എന്തിനാണ്? ജനങ്ങൾ അറിവ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട്, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ആ അറിവനുസരിച്ച് ജനങ്ങൾ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പ്രവാചകന്മാർ പ്രബോധനം നടത്തിയിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നമസ്കാര ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഞാൻ നിന്നോട് തേടുന്നു ഉപകാരപ്രദമായ വിജ്ഞാനം, ഏറ്റവും വിശിഷ്ടമായ ഉപജീവനം, സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മവും. ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അപ്പൊ ഇൽമുൻ നാഫിഅ വേണം, വിവരം വേണം, കൃത്യമായ രൂപത്തിൽ പ്രാമാണികമായി അറിവ് കരസ്ഥമാക്കണം. എന്നിട്ട് ആ അറിവനുസരിച്ച് ജീവിക്കണം, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കണം. നമുക്കറിയാം, നമ്മളെല്ലാം എല്ലാ നമസ്കാര വേളയിലും 17 പ്രാവശ്യം ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അതിൽ അല്ലാഹുവേ, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അഥവാ അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹു അനുഗ്രഹിച്ച നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ ആ സൽപന്താവിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ഹും അഹ്ലുൽ ഇൽമി വൽ അമൽ, അവർ അറിവുള്ളവരും അറിവനുസരിച്ച് പ്രവർത്തിച്ചവരുമാണ്. പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ പ്രത്യേകത, അവർ അറിവ് കൃത്യമായി കരസ്ഥമാക്കുന്നു, എന്നിട്ട് അറിവനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിനിരയാരുടെ മാർഗത്തിലല്ല എന്ന് പറയുമ്പോ അൽ മഗ്ദൂബ് ആരാണ്? ഹും
അഹ്ലുൽ ഇൽമി ബിലാ അമൽ. അവർക്ക് അറിവുണ്ട്, പക്ഷേ അവർ അറിവനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. ജൂതന്മാരെ പോലെ. ജൂതന്മാർക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം, എന്നാലും അവർ അറിവനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. ഹും അഹ്ലുൽ ഇൽമി ബിലാ അമൽ. വലദ്ദാല്ലീൻ എന്ന് പറയുന്ന ആ ദ്വാലൂൻ ആരാണ്? ആ വഴിപിഴച്ചവരാരാണ്? വല്ലാലൂന ഹും അഹ്ലുൽ അമലി ബിലാ ഇൽമ്. അറിവില്ലാതെ പലതും പ്രവർത്തിക്കുന്നവരാണ് വഴിപിഴച്ചവർ, ക്രിസ്ത്യാനികളെ പോലെ. അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. ബിദ്അത്തുകാർ അവർ അറിവില്ലാതെ പലതും പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർ ക്രിസ്ത്യാനികളെ പോലെയാണ്. വിശ്വാസികളുടെ പ്രത്യേകത, അവർ കൃത്യമായ രൂപത്തിൽ അറിവ് കരസ്ഥമാക്കുകയും എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ അങ്ങനെയാണെന്ന് ആലോചിക്കുക. കൃത്യമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനും സുന്നത്തൊക്കെ പഠിക്കുന്നു, ആ പഠിച്ച അറിവിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണോ നമ്മൾ? കുറേ പഠിക്കുന്നു എന്നാൽ പഠിച്ചതിനൊന്നും ജീവിതത്തിലില്ലെങ്കിലോ? അഖ്ലാഖിന് 100-ൽ 100 മാർക്കായിരിക്കും, പക്ഷെ സ്വഭാവം മോശമാണെങ്കിലോ? ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം, ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയാം, ഒരു വേള ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളും ഹദീസുകളും ഒക്കെ മനഃപ്പാടമുണ്ട്, പക്ഷേ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലോ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന ആയത്തറിയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ അറിയാം, പക്ഷെ മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുകയാണെങ്കിലോ? അത് അറിവനുസരിച്ചുള്ള പ്രവർത്തനമല്ല. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന ആയത്തറിയാം, പക്ഷെ കച്ചവടമോ? അത് കള്ളക്കച്ചവടമാണെങ്കിലോ? ആയത്ത് പഠിച്ചുകൊണ്ട് കാര്യമില്ല. ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. യഹൂദികളെ പറ്റി അല്ലാഹു പറഞ്ഞു, മസലുല്ലദീന ഹുമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറാ. തൗറാത്ത് സ്വീകരിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെടുകയും എന്നിട്ടത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉപമ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാകുന്നു. അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുന്നവരുടെ ഉപമ എത്ര ചീത്ത ഉപമയാണ്. അക്രമികളായ ആളുകൾ അല്ലാഹു തആല നേർമാർഗത്തിലാക്കുകയില്ല. എന്താ ഈ പറഞ്ഞതിനർത്ഥം? തൗറാത്ത് പഠിച്ചിട്ട് അതനുസരിച്ച് അവർ അമല് ചെയ്തില്ല എന്നതാണ് യഹൂദികളുടെ കുഴപ്പം. അഥവാ ലം യഹ്മിലൂഹ എന്ന് പറഞ്ഞാൽ ലം യഅമലൂ ബിഹാ, ആ തൗറാത്ത് അനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല. അവരെ പറ്റി അല്ലാഹു പറഞ്ഞത് അവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ഒരു കഴുതയുടെ പുറത്ത് ഗ്രന്ഥം എത്ര കൂടുന്നുണ്ടോ അത്രയും അതിന് ഭാരം കൂടുക എന്നുള്ളതല്ലാതെ ആ കഴുതക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഇതുപോലെ കുറെ പുസ്തകങ്ങൾ മനഃപ്പാഠമാക്കിയത് കൊണ്ട് ആലിമാവുകയില്ല. കുറെ ക്ലാസ്സുകൾ കേട്ടതുകൊണ്ട് ആലിമാവുകയില്ല. കുറെ പുസ്തകങ്ങൾ വായിച്ച് പല വിഷയങ്ങളെ പറ്റിയും അറിവുണ്ടായത് കൊണ്ട് മാത്രം ആലിമാവുകയില്ല. മറിച്ച് പഠിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നു, എന്തെല്ലാം നമ്മൾ പഠിക്കുന്നു, എന്തെല്ലാം സംവിധാനത്തിന്റെ ഭാഗമായി നമ്മൾ മാറുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പഠിച്ചത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്ത, അറിവ് കിട്ടിയിട്ടും അറിവില്ലാത്തവരെ പോലെ പ്രവർത്തിക്കുന്നവരെ പറ്റിയൊക്കെ അല്ലാഹു തആല പറയുന്നുണ്ട്. അവന്റെ ഉപമ അല്ലാഹു പറഞ്ഞത് ഫമസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉപമ ഒരു നായയെ പോലെയാകുന്നു. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്, നീ അതിനെ പരിഗണിച്ചാലും അവഗണിച്ചാലും ഒക്കെ അതിങ്ങനെ നാവിട്ട് കതച്ചുകൊണ്ടേയിരിക്കും. അറിവ് കിട്ടിയിട്ടും അറിവില്ലാത്തവരെ പോലെ ഒരിക്കലും നമ്മൾ ആകരുത്. ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അറിവുള്ള ആളെ നിസ്കാരവും അറിവില്ലാത്ത ആളെ നിസ്കാരവും ഒരുപോലെ ആവാൻ പാടില്ല. അറിവുള്ള ആള് സംസാരിക്കുന്നതും അറിവില്ലാത്ത ആള് സംസാരിക്കുന്നതും ഒരുപോലെ ആകാൻ പാടില്ല. അറിവുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവവും
അറിവില്ലാത്ത വ്യക്തിയുടെ സ്വഭാവത്തെ പോലെയാകരുത്. അറിവുള്ളവന്റെ വേഷവിധാനത്തിലുള്ള മാറ്റം അത് കാണണം. അവന്റെ സംസ്കാരം, അറിവ് അവനെ ഉന്നതനാക്കി മാറ്റണം. അല്ലാതെ അറിവില്ലാത്തവനെ പോലെ എന്തെങ്കിലുമൊക്കെ തൊള്ളി തോന്നിയ സംസാരിക്കുന്നവരായി അറിവുള്ളവർ മാറരുത്. അറിവുള്ളവൻ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അവന്റെ അറിവ് പ്രതിഫലിച്ച് കാണണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിവുള്ള ആൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോ, അവൻ ദിക്ർ ഉരുവിടുമ്പോ, അവൻ നമസ്കരിക്കുമ്പോ എല്ലാം മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമായ രൂപത്തിലായിരിക്കണം. അഥവാ അറിവ് അവനെ സംസ്കാര സമ്പന്നനാക്കി തീർക്കണം. എന്നാൽ അറിവില്ലാതെ പ്രവർത്തിക്കുന്നവരുണ്ട്. അല്ലാഹ് പറഞ്ഞല്ലോ, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ചില മുഖങ്ങൾ പരലോകത്തെ പണിയെടുത്ത് ക്ഷീണിച്ചവരായിരിക്കും. എന്നാൽ തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ അഗ്നിനാളങ്ങളിൽ അവർ പ്രവേശിക്കും. എന്തേ? പ്രവർത്തിച്ചിട്ടും നരകത്തിൽ പോവാൻ കാരണം അവർ പ്രവർത്തിച്ചതൊക്കെ ഹക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രായമേറെയായ ഒരു ക്രൈസ്തവ പുരോഹിതനെ കണ്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. ഒപ്പമുള്ളവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാളെ കണ്ടപ്പോൾ വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ എനിക്ക് ഓർമ്മ വന്നു. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പണിയെടുത്ത് ക്ഷീണിച്ചവരാണ്, പക്ഷെ അവർ ചൂടേറിയ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ്. ബിദ്അത്തുകാരുടെ അവസ്ഥ ഇതാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് എന്നാണ്. പക്ഷേ യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. ഓരോ നിസ്കാരവും നോമ്പും ഒക്കെ നബി പഠിപ്പിക്കാത്ത രൂപത്തിലാണ്. സ്വലാത്തുൽ അൽഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഷഅബാനിന് പ്രത്യേകമായ നിസ്കാരം നടത്തുന്ന ആൾക്കാരുണ്ട്. അഥവാ 100 റക്അത്ത് നിസ്കാരം. ഓരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. അതുപോലെ സ്വലാത്തുർ റഗായിബ് എന്ന സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത നിസ്കാരങ്ങൾ. അതുപോലെ തന്നെ ബറാഅത്ത് രാവിന് പ്രത്യേകമായ സ്ഥാനം നൽകൽ. അങ്ങനെ ഒരു രാവ് നിശ്ചയിച്ച് ആ രാവിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് വരെ പറയുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറഞ്ഞത് റമളാനിലെ ദിവസത്തെ പറ്റിയാണ്. അന്നാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനിനെ അനുഗ്രഹീതമായ രാവിൽ ഞാൻ ഇറക്കിയത് എന്ന് പറഞ്ഞത് അത് ശഅബാനിലെ 15-നെ പറ്റിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീറിനെ പോലെയുള്ള മുഫസ്സിറുകൾ കൃത്യമായി പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്ന് പറഞ്ഞാൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്നത് തന്നെയാണ് അർത്ഥം. വഹിയ ലൈലത്തുൽ ഖദർ കമാ ഖാല തആല ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വകാന ദാലിക ഫീ ശഹ്രി റമളാൻ. ആ ലൈലത്തുൽ മുബാറക് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ അതൊക്കെ റമളാൻ മാസത്തിലാണ് എന്ന് പറയുമ്പോൾ അത് ശഅബാൻ 15-ന്റെ രാവിന്റെ മഹത്വമാണ് എന്ന് പറഞ്ഞ് അവിടെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പ്രത്യേകമായ പോരിശകൾ നൽകി, പ്രത്യേകമായ ആഘോഷമായി പ്രത്യേകമായ നമസ്കാരങ്ങളും മറ്റുമൊക്കെ നിർവഹിക്കാൻ വേണ്ടി സമൂഹത്തിനോട് കൽപ്പിക്കുന്ന പുരോഹിതന്മാർ. ശഅബാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ച സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന പ്രത്യേകമായ നിസ്കാരമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതിനൊന്നും യാതൊരു തെളിവുമില്ല. ഇവരൊക്കെ ഏതിൻ്റെ ഇനത്തിലാ വരിക? അറിവില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ ഇനത്തിൽ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ശഅബാനുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ശഅബാൻ 15-ന് പ്രത്യേകതയുള്ളതായി, അഥവാ ആ ഒരു ദിവസത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലൽ മുശ്രിക് ഔ മുശാഹിൻ. ശഅബാനിന്റെ പകുതിയുടെ രാവിൽ 15-ാം രാവിൽ അള്ളാഹു തന്റെ അടിമകളിലേക്ക് നോക്കുകയും എന്നിട്ട് മുഴുവൻ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കുകയും ചെയ്യും, മുശ്രിക്കുകൾക്കും മുശാഹിനും ഒഴികെ. ആരാ മുശാഹിൻ എന്ന് പറഞ്ഞാൽ? തൻ്റെ സഹോദരനോട് പകയും വെറുപ്പും മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആളുകൾ, അവർക്കല്ല പുറത്തു കൊടുക്കുകയില്ല എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. സമാനമായ വേറെയും ഹദീസുകൾ കാണാം. എന്നാൽ ഒരു ഹദീസിൽ പോലും ശഅബാൻ 15-ന് പ്രത്യേകമായ നോമ്പുള്ളതായിക്കൊണ്ടോ അതിൻ്റെ രാവിന് പ്രത്യേകമായ
നമസ്കാരമുള്ളതായിക്കൊണ്ടോ നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ പല പല ബിദ്അത്തുകൾ മതത്തിന്റെ പേരിൽ ഇങ്ങനെ ആളുകൾ അടിച്ചിറക്കുമ്പോൾ അറിവില്ലാതെ അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അവരൊക്കെ ഈ വലദ്ദാലീൻ എന്ന ആയത്തിന്റെ പരിധിയിലാണ് വരിക. അറിവില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ പരിധിയിലാണ് വരിക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ അറിവ് കരസ്ഥമാക്കുകയും ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് അറിവ് കരസ്ഥമാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഒരു വിശ്വാസി അറിവ് കരസ്ഥമാക്കുകയും അറിവനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവനാണ് എന്നാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് പല വിഷയങ്ങളെപ്പറ്റിയും ചോദ്യം ചെയ്യപ്പെടും. അന്ന് നാം ചോദ്യം ചെയ്യുന്നൊരു വിഷയം വഅൻ ഇൽമിഹി ഫീമാ ഫഅൽ. മനുഷ്യൻ തൻ്റെ അറിവിനെപ്പറ്റി ചോദിക്കപ്പെടും. ആ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്നും ചോദിക്കപ്പെടും. എന്താണ് അറിഞ്ഞത് എന്നും ആ വിജ്ഞാനം വെച്ച് അമല് ചെയ്തോ എന്ന വിഷയം അവിടെ ചോദിക്കപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അറിവ് നേടിയിട്ട് ആ അറിവ് ജനങ്ങളോട് ഉപദേശിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ അത് വിസ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതഅമുറൂന الناس بالبر وتنسون انفسكم وانتم تتلون الكتاب افلا تعقلون. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം കാര്യത്തിൽ നിങ്ങളത് മറക്കുകയുമാണോ? നിങ്ങൾ വേദം പാരായണം ചെയ്യുന്നുവല്ലോ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഒരു കാര്യം ജനങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ ആലോചിക്കുക. ഒരു കാര്യം ചെയ്യരുതെന്ന് നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ ആ തിന്മ ചെയ്യുന്നവരാണോ നമ്മൾ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നത് അള്ളാഹ്ക്ക് ഏറെ ദേഷ്യമുള്ള കാര്യമാകുന്നു എന്ന് സൂറത്തു സഫിന്റെ 2-3 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതൈതു ലൈലത ഉസ്രിയ ബി, ഇസ്രാഇന്റെ രാവിൽ ഞാൻ ഒരു വിഭാഗത്തിന്റെ അടുക്കലെത്തി. അലാ ഖൗമിൻ തുഖറസു ശിഫാഉഹും ബിമഖാരിള മിൻ നാർ, തീയിനാലുള്ള കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകൾ അവർ ഇങ്ങനെ കത്രിച്ചു കൊണ്ടിരിക്കുന്നത്, മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഫഖുൽതു മൻ ഹഉലാഇ യാ ജിബ്രീൽ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീൽ ആരാണിവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹഉലാഇ ഖുതബാഉ ഉമ്മതിക്, നിന്റെ ഉമ്മത്തിലെ ഖതീബുമാരാണവർ, നിന്റെ ഉമ്മത്തിലെ പ്രഭാഷകന്മാരാണവർ. അല്ലദീന യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. വയഖറഊന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് അവർ ഓതുന്നുണ്ട്, പക്ഷേ വലാ യഅമലൂന ബിഹി, അത് വെച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വേറെ റിപ്പോർട്ടിൽ കാണാം, ഹഉലാഇ ഖുതബാഉ ഉമ്മതിക്, ഇവർ താങ്കളുടെ ഉമ്മത്തിലെ പ്രഭാഷകരാണ്. യഅമുറൂന അന്നാസ ബിൽ ബിർ, അവർ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു. വയൻസൗന അൻഫുസഹും, അവർ സ്വകാര്യത്തിൽ അത് മറന്നു പോകുന്നു. വഹും യത്ലൂനൽ കിതാബ, അവർ കിതാബ് ഓതുന്നു. വഹും അഫലാ യഅഖിലൂൻ, അവരെന്താണ് ചിന്തിക്കാത്തത് എന്നാണ്. വേറെ റിപ്പോർട്ടിൽ കാണാം, പരലോകത്ത് ഒരാൾ നരകത്തിൽ കൊണ്ടുവരപ്പെടും. അദ്ദേഹത്തിന്റെ കുടൽമാലകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും. കഴുത ആസുകല്ലിൽ തിരിയുന്നത് പോലെ അവൻ നരകത്തിൽ ഇങ്ങനെ തിരിയും. അപ്പോൾ നരകക്കാർ ഒരുമിച്ച് കൂടി അയാളോട് ചോദിക്കും, ഐ ഫുലാൻ, അല്ലയോ മനുഷ്യ, മാ ശഅനുക്, നിനക്കെന്തു പറ്റി? അലൈസ കുൻത തഅമുറുനാ ബിൽ മഅറൂഫ്, നീ ഞങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്നല്ലോ. വതൻഹാ അനിൽ മുൻകർ, നീ ഞങ്ങളോട് തിന്മ വിലക്കിയിരുന്നല്ലോ. ഖാല, അയാൾ പറയും, കുൻതു ആമുറുക്കും ബിൽ മഅറൂഫ്, ഞാൻ നിങ്ങളോട് നന്മ ഒക്കെ കൽപ്പിച്ചിരുന്നു, പക്ഷേ വല ആതിഹി, ഞാൻ അത് ചെയ്യാറുണ്ടായിരുന്നില്ല. വഅൻഹാകും അനിൽ മുൻകർ, ഞാൻ നിങ്ങളോടൊക്കെ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. വആതിഹി, എന്നാൽ ഞാൻ നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ തിന്മകൾ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ്. ദഅവത്ത് നടത്തുമ്പോൾ നമ്മൾ ഗൗരവമായി ആലോചിക്കുക.
നമ്മൾ എതിർക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്, നമ്മൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന നന്മകളിൽ നമ്മൾ പങ്കാളികളാകുന്നുണ്ടോ എന്നും നമ്മൾ ആലോചിക്കുക. മഹാനായ ശുഐബ് അലൈഹിസ്സലാം അദ്ദേഹം പ്രസംഗം തുടങ്ങുന്ന സന്ദർഭത്തിൽ പറയും, വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, നിങ്ങളോടൊരു കാര്യം വിലക്കുകയും എന്നിട്ട് ഞാൻ അതിന് വിപരീതമായി ജീവിക്കുകയും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തദഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചതായി നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അറിവ് കരസ്ഥമാക്കുക. അറിവാണ് എല്ലാ വിജയങ്ങളുടെയും താക്കോൽ. ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുക. മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. നബിയെ, പണിയെടുത്ത് കൈയിന്റെ തയമ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി അയച്ചു. അന്ന് കിടക്കാൻ നേരത്തെ ഫാത്തിമ അലി ദമ്പതികളുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ചൊല്ലണം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് കേട്ടതിന് ശേഷം ഒരിക്കൽ പോലും, ഒരു രാത്രി പോലും അത് ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. അപ്പോൾ ആരോ ചോദിച്ചു, അല്ല സിഫീൻ യുദ്ധത്തിന്റെ ആ രാത്രിയിലും നിങ്ങൾ ചൊല്ലിയോ? അദ്ദേഹം പറഞ്ഞു, അതെ, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിലും ഞാൻ ചൊല്ലി. അതാണ് അവർ അറിവ് വെച്ച് അമൽ ചെയ്തിരുന്നു. ഉമർ ഇബ്നു അബീ സലമ അദ്ദേഹം പറയാ, ഞാൻ കുട്ടിയായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരുന്നപ്പോ എന്റെ കൈ തീന്മേശയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, ഓ കുട്ടി, സമ്മില്ല, നീ ബിസ്മില്ല ചൊല്ലണം. കുൽ ബി യമീനിക്, നിന്റെ വലത്തേ കൈ കൊണ്ട് തിന്നണം. വകുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്ത് നിന്ന് തിന്നണം. അദ്ദേഹം പറയും, ഇതിനു ശേഷം എപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴും ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അത് ഞാൻ പാലിക്കുന്ന. ഇതുപോലെ പ്രിയമുള്ളവരെ, ഒരു ഖുതുബ കേട്ടു പോകുമ്പോൾ, ഒരു ക്ലാസ് കേട്ടു പോകുമ്പോൾ, ഒരു അറിവ് കരസ്ഥമാക്കുമ്പോൾ ആ അറിവ് പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഹറാമാണോ സമ്പൂർണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒരു അധ്യായത്തിന്റെ പേര് കൊടുത്തത്, ഒരു ബാബിന്റെ പേര് കൊടുത്തത് ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ, പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് അറിവ് കരസ്ഥമാക്കണമെന്നാണ്. പണ്ഡിതന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ ഒന്നാമതായി പറഞ്ഞത് ഇൽമ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് വൽ അമലു ബിഹി, അതനുസരിച്ചുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അറിവ് കരസ്ഥമാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്കായി ജീവിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുആഖിദ്നാ إن نسينا أو أخطأنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.